ഹൈവ സതീശനെ ന്യായീകരിക്കാൻ പ്രമുഖ ചാനലുകളെല്ലാം കളത്തിലിറങ്ങിയല്ലോ. ഇതാണ് പറയുന്നത്. പ്രമുഖ ചാനലിലെ ഒരു മാപ്രയെ പിടിച്ച് പ്രസ് സെക്രട്ടറി ആക്കിയാവുള്ള ഗുണം ഇതൊക്കെയാണ്. 6 വർഷം മുന്നേ പ്രളയമുണ്ടായ ഘട്ടത്തിൽ ഈ നാട്ടിൽ നിന്ന് വിദേശത്ത് പോയി സതീശൻ പിരിവെടുത്തു. അതിന്റെ തെളിവ് എന്താണ്? ഈ ദൃശ്യമാണ്. Around the table, 10 people are there. You are helping 5 families. I am going to give 5 sewing machines to 5 families. They lost their sewing machine. When they get the sewing machine, they can start their life. Actually, you are helping around the table. You are helping 5 families. When you are raising 500 pounds, that will help 5 families. കണ്ടല്ലോ, ഇത് AI വീഡിയോ ഒന്നും അല്ലല്ലോ. സതീശൻ ജീവനോടെ അന്തസ്സായിട്ട് പോയി നിന്ന് അങ്ങ് ബർമിംഗ്ഹാമിൽ സ്വീയിങ് മെഷീന് വേണ്ടി ഇംഗ്ലീഷിൽ പറഞ്ഞതാണ്. അപ്പോ എടുത്തില്ല എന്ന് ഇനി ആർക്കും നിഷേധിക്കാൻ പറ്റില്ലല്ലോ. അവിടെ തിരുവനന്തപുരത്തുള്ള ഒരാളാണ് എനിക്ക് ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് തന്നു എന്നും ആര് പറഞ്ഞു? സതീശൻ തന്നെ ഫണ്ട് പിരിച്ചു എന്ന് സമ്മതിച്ചു. ഒന്ന് അടുത്ത ബൈറ്റൂടെ ഒന്ന് കേൾപ്പിച്ചു കൊടുത്തേ. ഞാൻ ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഞാൻ പോയി പ്രസന്റേഷൻ നടത്തി, ഞാൻ സഹായം മേടിച്ചിട്ടുണ്ട്. ലണ്ടനിൽ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു മലയാളി വനിതയാണ്, തിരുവനന്തപുരത്തുകാരി. അവരാണത് ഹോസ്റ്റ് ചെയ്തത്. ആ പരിപാടി അവരാണ് നടത്തിയത്. വലിയ ഒരു ലഞ്ച് മീറ്റിംഗ് നടത്തി. അവരെല്ലാം അവിടെ അങ്ങനെയാണ് നടന്നത്, സ്പോൺസർമാർ. അവിടെ വെച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ലണ്ടനിൽ പ്രസംഗിച്ച രഹസ്യമായിട്ടാണ്. അപ്പോ വിജിലൻസ് ഉത്തരവ് കാണിച്ചിട്ട് ഇതാ സതീശന് ക്ലീൻ ചിറ്റും സതീശന് വെള്ളപൂശാൻ ഇറങ്ങുന്ന ഉദ്യോഗസ്ഥർക്കും മാധ്യമ മാപ്രകളോടും പറയാനുള്ള കാര്യം, ഫണ്ട് പിരിക്കാൻ സതീശൻ ലണ്ടനിൽ പോയി പൈസ ചോദിക്കുന്ന വീഡിയോ ആണ്. 500 പൗണ്ട്സ് ഒരാളിൽ നിന്ന്. അവിടെ പങ്കെടുത്തത് ഏകദേശം 100-500ഓളം പേരുണ്ടെന്ന് കൂട്ടുക. ആ 500 × 500 പൗണ്ട് ആയപ്പോൾ എത്രയായി? ഏകദേശം 2.5 ലക്ഷം പൗണ്ട് അടുപ്പിച്ചായി. ഇന്ത്യൻ മണി ഏകദേശം 80 രൂപ വെച്ച് കൗണ്ട് ചെയ്താലും എത്ര കോടി രൂപയായി എന്ന് ആൾക്കാർക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത്രയും തുക പിരിച്ചെടുത്ത സതീശൻ ആ പിരിവെടുത്തു എന്ന് തുറന്ന് സമ്മതിക്കുക കൂടി ചെയ്തു. ഇപ്പോൾ നിങ്ങൾ കണ്ട 2 വീഡിയോയിൽ വിദേശത്ത് പോയി പണം ചോദിച്ചു, പണം വാങ്ങിച്ചു എന്ന് സതീശൻ തുറന്ന് മാധ്യമങ്ങളിലൂടെ സമ്മതിച്ചിട്ടുണ്ട്. ഇനി സതീശന്റെ അക്കൗണ്ടിൽ പൈസ വന്നില്ലത്രേ. ലോകത്ത് ഏതെങ്കിലും കള്ളൻ, അതായത് സാമ്പത്തിക തട്ടിപ്പ് വീരൻ, അല്ലെങ്കിൽ ഫണ്ട് മുക്കി വിദഗ്ധൻ, അല്ലെങ്കിൽ ഏതെങ്കിലും മണി ചെയിൻ തട്ടിപ്പുകാരൻ അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യൂ? കേരളത്തിലെ മാപ്രകളുടെ ബുദ്ധിയില്ലായ്മയെക്കുറിച്ച് നാട്ടുകാരോട് പറഞ്ഞു തരുന്നതാണ്. അങ്ങനെ ഒരു മണ്ടത്തരം വിദഗ്ധനായിട്ടുള്ള മണി ചെയിൻകാരനായിട്ടുള്ള സതീശൻ ചെയ്യില്ലെന്നേ. അത് ആരുടെ അക്കൗണ്ടിലൂടെ വന്നു എന്നതാണ് വിജിലൻസ് കണ്ടുപിടിക്കേണ്ടത്. പ്രത്യേകിച്ച് വിദേശത്ത് നിന്ന് വന്ന പണമായതുകൊണ്ട് അത് അന്വേഷിക്കുന്നതിൽ വിജിലൻസിന് പരിമിതിയുണ്ട്. ആ പണം പുത്തൻവേലിക്കരയിൽ 12 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുമെന്ന പേരിൽ സതീശൻ പോയി കല്ലിട്ടതിന്റെ ദൃശ്യവും നിങ്ങൾ കണ്ടതാണല്ലോ. ദേ നോക്കിയേ, അതും AI ക്യാമറ അല്ലല്ലോ, സത്യമാണല്ലോ. സതീശൻ ഫണ്ടില്ലാതെ പോയി പുത്തൻവേലിക്കരയിൽ 12 കുടുംബങ്ങൾക്ക് ഫ്ലാറ്റ് നിർമ്മിച്ചു കൊടുക്കാമെന്നുള്ള വാഗ്ദാനം ചെയ്യില്ലല്ലോ. അപ്പോ ഫണ്ട് പിരിച്ചു, ഫണ്ട് പിരിക്കാൻ പോയി, അതിന്റെ വീഡിയോ ഉണ്ട്. ഫണ്ട് കിട്ടിയെന്ന് പറഞ്ഞ വീഡിയോ ഉണ്ട്. പിന്നീട് ഫണ്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ കല്ലിട്ടതിന്റെ വീഡിയോ ഉണ്ട്. ഇനി ഫണ്ട് അക്കൗണ്ടിൽ വന്നതിന് തെളിവില്ലത്രേ. പഠിച്ച കള്ളനെ അവിടെ വേണം പൊക്കാനായിട്ട്. അതിനാണ് വിജിലൻസ് തയ്യാറാകേണ്ടതെന്ന് പറയേണ്ടി വരികയാണ്. അതുകൊണ്ട് ഒരു കീറക്കടലാസിൽ വിജിലൻസ് എന്ന പേരിൽ സതീശൻ സ്വാധീനിച്ച ഏതെങ്കിലും വ്യക്തികൾ ഇതൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ നാടിന് വിശ്വസിക്കാൻ തൽക്കാലം സൗകര്യമില്ല. ഈ നാട്ടിലുള്ളവരും അരി ആഹാരം തന്നെയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് വിജിലൻസോ അല്ലെങ്കിൽ CBI ആയിക്കോട്ടെ, ആരായിരുന്നാലും ശരി, ഈ ഫണ്ട് അന്ന് ആ പരിപാടിയിൽ പങ്കെടുത്ത ആരൊക്കെയാണ് അവരുടെ അക്കൗണ്ടുകൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സതീശനെ പോലുള്ളവർക്ക് ചില്ലറ ബിനാമിമാരല്ല ഈ നാട്ടിലുള്ളത്. സതീശന്റെ സാമ്പത്തിക വളർച്ച മാത്രം എടുത്ത് പരിശോധിച്ചാൽ ഇത്തരത്തിൽ കോടികൾ ഫണ്ടായി വന്നിട്ടുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ അടുത്ത കാലത്ത് ഇദ്ദേഹം ഓസ്ട്രിയയിൽ ഉൾപ്പെടെ രഹസ്യമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെയും പല കച്ചവടക്കാരുമായിട്ടുള്ള വീഡിയോ വന്നു. പിന്നീട് അദ്ദേഹം ദുബായ്, അബുദാബി രാജ്യങ്ങളിലൊക്കെ പോയ സന്ദർഭത്തിൽ അവിടെയും ചില പീഡന വീരന്മാരുമായിട്ടുള്ള ഫോട്ടോയൊക്കെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് സതീശന്റെ വിദേശ യാത്രകളെല്ലാം അടിമുടി ദുരൂഹമാണ്. അതിനെ സംബന്ധിച്ച് CBI അന്വേഷിക്കേണ്ടതുണ്ട്. ഈ പിരിച്ചു കൊണ്ടുവന്ന പണത്തിന്റെ ഒരു വിഹിതം മാധ്യമ മുതലാളിമാരുടെ പോക്കറ്റിൽ എത്തിയതുകൊണ്ട് വളരെ വേഗത്തിൽ ഒരേ സ്വരത്തിൽ അയ്യോ സതീശനെതിരെ വിജിലൻസ് റിപ്പോർട്ടുണ്ട്, മാന്യനാണ് എന്ന് പറഞ്ഞാൽ തൽക്കാലം അത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ
ഈ നാടിന് സൗകര്യമില്ല എന്ന് മാത്രമേ മുഖ്യധാരാ മാധ്യമ അടിമകളോട് പറയാനുള്ളൂ.